ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ്. ഓക്കെ, എൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ്. പിന്നെ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഈസ്റ്ററൊക്കെ ആയിട്ടാണ് അടിച്ചു പൊളിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. എല്ലാവരും ഈസ്റ്ററായിട്ട് അടിച്ചു പൊളിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഇപ്പോൾ നമുക്ക് നേരെ വാലറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. നമുക്ക് വാലറ്റിൽ ചെന്നിട്ട് നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് ഇടാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ സമയതയും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. നമ്മൾ എന്തോ മിഷൻസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സമയത്തേക്ക് എടുത്തില്ല ഗൈസ്. ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വാലൻറ്റൈൻസ് ഡേയുടെ റിങ് ഈവൻറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. പിന്നെ ഈ ഒരു പച്ചമുടി ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. ഇത് ഞാൻ മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് എടുത്തതാണ് ഗൈസ്. ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നേരെ നമ്മൾ താഴത്തോട്ട് വരുവാണെങ്കിൽ ഇതും ഞാൻ മാജിക് ക്യൂബ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഗൈസ്. ഇതൊരു പണ്ടത്തെ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇതെടുത്തത്. പിന്നെ ഈ ഒരു വയലറ്റ് മുടി, ഇതൊരു ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ് പണ്ടത്തെ. ഇതിൻ്റെ വയലറ്റ് മുടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തത് ഗൈസ്. ഓക്കെ, പിന്നെ ഈ ഒരു റൂട്ടയുടെ ഇതിപ്പം ഫ്രീ ആയിട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഗൈസ്. ഇത് മിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. പിന്നെ ഇതൊരു ഗോൾഡ് റോയും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഗോൾഡ് റോയിൽ ഞാൻ എടുത്തതാണ് അത്. പിന്നെ ഇത് മറ്റേ ദീപാവലിയുടെ ആണെന്ന് തോന്നുന്നു, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. അത് ബോക്സ് ഒന്ന് തുറന്നപ്പം ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഈ ഒരു മുടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു ഗോൾഡ് റോയിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല ഒക്കെയാണ് ആ ഒരു ഗോൾഡ് റോയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു വിൻ്റർലാൻഡ് ഹെഡും കാര്യങ്ങളൊക്കെയാണ്. വിൻ്റർലാൻഡ് ഫ്രീ ആയിട്ട് കിട്ടിയ ഹെഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാനിപ്പം ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇതൊരു ഗോൾഡ് റോയിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇതിൻ്റെ പേരെന്തായിരുന്നു, പേരെനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഉള്ളതെന്തുവാ, പിന്നെ നമ്മൾ ഡീമൺ സ്ലെയറിൻ്റെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആനിമി ടെക്സ്ചറിൻ്റെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തത്. റിട്ടേൺ വന്നപ്പോഴായിരുന്നു ഗൈസ് ഞാൻ ഈ ഒരു ബണ്ടിൽ എടുത്തത് കാര്യങ്ങളൊക്കെ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബണ്ടിൽ എടുത്തത്. വിഷയം ബണ്ടിലല്ലേ, ഓക്കെ അല്ല. അതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ നൈസാണ് ഗൈസ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ബണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തത് തന്നെ. പിന്നെ ഇത് വാട്ടർ കളേഴ്സ് എന്ന് പറഞ്ഞത് ഒരു ഗോൾഡ് റോയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഗോൾഡ് റോയിലും ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഈ ഒരു മുടി ഇത് ഞാൻ FF ടോക്കണിൽ നിന്ന് ഞാൻ എടുത്തത് ഗൈസ്. FF ടോക്കണിൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഗൈസ്. ഇതും ഞാൻ FF ടോക്കണിൽ എക്സ്ചേഞ്ച് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ എന്തൊക്കെയല്ലാത്ത പാൻറ്റും ഷൂസും എൻ്റെ കയ്യിലില്ല ഗൈസ്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പാൻറ്റും ഷൂസും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ ഫുള്ളുണ്ടോ? ഓ ഗൈസ്, ഇതിൻ്റെ ഫുള്ളുണ്ട് കേട്ടോ. ഞാനോർത്ത് ഇതിൻ്റെ ഫുള്ളും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കുമെന്ന്. ഇതിൻ്റെ ഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ഞാൻ മറ്റേ നമ്മുടെ BR ടോക്കൺ അല്ല, റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് എടുത്തതാണ് ഗൈസ്. BR ടോക്കൺ എന്നൊക്കെ. പിന്നെ ഗൈസ് ഇത് ഞാനൊരു എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പം അത് അവിടുന്ന് ഞാൻ എടുത്തതാണ് ഗൈസ്. പിന്നെ ഈ ഒരു മുടി എന്ന് വെച്ചാൽ മറ്റേ ഡയമണ്ട് ഡ്യൂ ഫുള്ളാകുമ്പം കിട്ടത്തില്ലേ ഗൈസ്, ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഡയമണ്ട് ഡ്യൂ ഒന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഗൈസ്. പിന്നെ ഇതൊരു ബുയ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഗൈസ് ബൂയ ടൈമിൽ. പിന്നെ ഇത് നമ്മളെ കഴിഞ്ഞ ലൈറ്റ് പാസിന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇതും ഒരു ലൈറ്റ് പാസിന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇത് പിന്നെ പണ്ട് കിട്ടിയൊരു തൊപ്പിയാണ് ഗൈസ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളു ഗൈസ്, വേറെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇത് എൻ്റെ മെയിൻ ഹെഡ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മുടെ എനിക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഗൈസ് ഏജ്. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചതൊക്കെയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ജോക്കറില്ലാത്ത വേറെ കളികളുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ജോക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പണ്ട് ഞാൻ മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ് ഗൈസ് ജോക്കറും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഇത് ഡീമോൺ സ്ലെയറിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് മറ്റേ ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്തപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാസ്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് മറ്റേ റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഗൈസ്. അത് കൊള്ളാമല്ലേ, കുഴപ്പമില്ല. മാസ്ക് ഞാൻ അന്നെന്തോ ക്രോണയ്ക്ക് ഇടാൻ വേണ്ടി എടുത്തതാണ് ഗൈസ്. പിന്നെ ഇതിന് കണ്ണാടി മാത്രമേ ഉള്ളൂ, കണ്ണാടി വിഷ്വൽ ഗൈസ്. ബ്രോ. പിന്നെ ഇതിൻ്റെ ഒരു താടി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. പിന്നെ ഇത് റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇതും എടുത്തത് ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച ബണ്ടിൽ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ ഒരു മാസ്ക് ഇപ്പോൾ FF ടോക്കണിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇതിന് മുൻപേ തന്നെ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം വെച്ചാൽ ഇത് മുമ്പേ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ സാധനം. ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്ത് എടുത്തായിരുന്നു ഇതിന് മുമ്പേ തന്നെ. ഇപ്പോൾ ഞാൻ FF ടോക്കണിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അത് ശരിയില്ല കാണിച്ചത്. ഓക്കെ, ഈ ഒരു കണ്ണാടി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഈ തൊപ്പിയും ലോഗിൻ റിവാർഡായിട്ട് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഗൈസ്. പക്ഷേ ഇതിൻ്റെ ഒരു പാൻറ്റും ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടുപ്പില്ല ഗൈസ്, ഉടുപ്പ് നൈസായിട്ടാ. ഉടുപ്പ് വിഷയമായിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ ബൂയയുടെ മറ്റേ ബൂയ അല്ലല്ലോ, എലൈറ്റ് പാസ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഗൈസ്. ഓക്കെ,
ഇതെല്ലാം എലൈറ്റ് പാസ് ഫ്രീ ആയിട്ടുണ്ട്. ഫേസ് പെയിൻറ്റ് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ട് ഫേസ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഗൈസ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എൻ്റെ മൂക്ക് കുത്തിയാണ് സംസാരിക്കുന്നത് ഗൈസ്. ഗൈസ് എൻ്റെ റെക്കോർഡറിൻ്റെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്, മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളിപ്പം ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് ഇത് മറ്റേ ഗോൾഡ് റോയിലിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ ഇത് മിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. പിന്നെ ഇത് BR റാങ്ക്ഡ് BR ഹീറോയ്ക്ക് അടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് ഹീറോയ്ക്ക്, ഇതും CC ഹീറോയ്ക്ക് അടിച്ചപ്പം അതും ഹീറോയ്ക്ക് അടിച്ചപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഇത് ഹീറോയ്ക്ക് അടിച്ചപ്പം കിട്ടിയ ഗൈസ്. കുറേ ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹീറോയ്ക്കാണ് ഗൈസ്, ഇത് ഹീറോയ്ക്ക്. അങ്ങനെ കുറേ ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട് ഗൈസ്. പിന്നെ ഓക്കെ, ഈ ഒരു മണ്ടിലും കാര്യങ്ങളൊക്കെ എൻ്റെ ഇത് അതിൻ്റെ ഫുള്ളൊന്നുമില്ല ഗൈസ്. പക്ഷേ ഇത് ഞാൻ മറ്റേ BR റാങ്ക് ടോക്കണില്ലേ ഗൈസ്, റാങ്ക് ടോക്കണിൽ എക്സ്ചേഞ്ച് എടുത്തതാണ്. ഇതില്ല റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഇത് എനിക്ക് പണ്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു സംഭവം ഉടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇത്. പിന്നെ എന്തോ പണ്ടെന്തോ ഫ്രീ ആയിട്ട് എപ്പോഴാണ് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. ഓക്കെ, എന്തോ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണത്. അതിൻ്റെ മുണ്ടും ഉടുപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ എൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയുടെ തൊപ്പി മാത്രമേ ബാക്കി എല്ലാം ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ, തൊപ്പി മാത്രമില്ല. പിന്നെ ഈ കോട്ടിൻ്റെ ഉടുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ കോട്ടിൻ്റെ പാൻറ്റില്ല, ഉടുപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഷൂസ് മാത്രമല്ല ഗൈസ്, ഈ ഉടുപ്പിൻ്റെ ഷൂസ് മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വേറൊരു കാട്ടുമാൻ പോലത്തെ ഒരു ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ ജയിൽ പുള്ളിയുടെ ഡ്രസ് ടോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു സൂട്ടും കൊണ്ടും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. പണ്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു സൂട്ടും കൊണ്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഒരു പണ്ട് കിട്ടിയൊരു ഹുഡിയും ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ എലൈറ്റ് പാസിന് ഫ്രീ ആയിട്ട് കൊടുത്ത ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഒരു ബ്ലാക്ക് ജേഴ്സി ഉണ്ട് ഗൈസ്. ഞാൻ ആ പാൻറ്റ് മര്യാദയ്ക്ക് മാറ്റി, അല്ലെങ്കിൽ ആ പാൻറ്റ് ഇട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് ആ പാൻറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടിയതരം പോകണം. ഓക്കെ, പിന്നെ എന്താ ഓക്കെ, ഇത് നമ്മുടെ എലൈറ്റ് പാസിന് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഇതും എലൈറ്റ് പാസ്സാണ് ഗൈസ്, ഇതും എലൈറ്റ് പാസ്സാണ്. ഈ ഒരു ജേഴ്സി എന്ന് വെച്ചാൽ നമുക്ക് ലോഗിങ് റിവാർഡായിട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ഗൈസ്. പിന്നെ ഞാൻ ആലോചിച്ചാൽ ഇതിൻ്റെ ഒപ്പം വേറൊരു ബ്ലാക്കും ഉണ്ടായിരുന്നു, അതെടുത്താൽ മതിയായിരുന്നു. അതിനകത്ത് ഒരു ബ്ലൂ നമ്മളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതത്ര പോരാ ഗൈസ്. ഓക്കെ, അല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് പറ ഗൈസ്, എത്ര പോരാ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതും ഒരു എലൈറ്റ് പാസിൽ നിന്നും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ജേഴ്സിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ജേഴ്സി സെറ്റ് ജേഴ്സി ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഒരു എലൈറ്റ് പാസ്സാണ് ഗൈസ്. ഓക്കെ, ഇതും എലൈറ്റ് പാസിൽ കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഇതും ഒരു എലൈറ്റ് പാസ്സാണ്, ഇതും എലൈറ്റ് പാസ്സാണ്, ഇതും എലൈറ്റ് പാസ്സാണ്, ഇതും എലൈറ്റ് പാസ്സാണ് ഗൈസ്. ഇത് നമുക്ക് ഗോൾഡ് റോയിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. ഗോൾഡ് റോയിൽ കറങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഇത് ഞാൻ FF ടോക്കണിൽ നിന്ന് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തല്ല ഗൈസ് എടുത്താൽ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഫ്രീ ഫയർ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയ ഉടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. പിന്നെ ഗൈസ് ഈ ഒരു ഇമോജി ടീഷർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. ക്യാരക്ടർ സെക്ഷനൊക്കെ ആയിപ്പോയി ഗൈസ്, ക്യാരക്ടർ സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പാനലിൻ്റെ സെക്ഷനിലൂടെ കാണാം. പാനലിലോട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, എല്ലാം ഫുൾ സെറ്റിൻ്റെ ഒപ്പം കാണിച്ചത് തന്നെയാണ്. പിന്നെ ഇത് ഫ്രീ ആയിട്ടല്ല ഗൈസ്, സമയത്തേക്ക് കിട്ടിയതാണ്. പിന്നെ ഇതും ഞാൻ എന്തോ കറക്കിയപ്പോൾ കിട്ടിയത് ഗൈസ്. പിന്നെ ഇത് ഗോൾഡ് റോയിലിൻ്റെ ഒപ്പം കിട്ടിയ ബാൻഡ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്, നേരത്തെ കാണിച്ചതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാത്തിനും നമ്മൾ ഫുൾ സെറ്റായി ഇട്ട് കാണിച്ചില്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഈ ഒരു മഞ്ഞ പാൻറ്റ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബ്ലൂ പാൻറ്റും എനിക്ക് എവിടെ നിന്ന് കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഷൂസിൻ്റെ സെക്ഷനിലും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഷൂസിൻ്റെ സെക്ഷനിലും പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, നല്ല ഷൂസും കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ചെരുപ്പുണ്ട് ഗൈസ്, ഇത് ഇപ്പോഴത്തെ ലൈറ്റ് പാസിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്, വേറെ പ്രത്യേകിച്ചും ഒന്നുമില്ല ഗൈസ്. ഓക്കെ, വേറെ ഒന്നും എൻ്റെ കയ്യിൽ ചെരുപ്പിൻ്റെ സെക്ഷനിലായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ എമൗണ്ട് സെക്ഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാക്ഷനിൽ പോവുകയാണെങ്കിൽ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ബാഗുണ്ട്, വൺ പഞ്ച് മാൻ്റെ ബാഗുണ്ട്. പിന്നെ നമ്മളെ ഗിൽഡ് സ്റ്റോറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, ഡീമൺ സ്ലേയറിൻ്റെ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. മറ്റേ ഞാൻ റോയലിൽ നിന്ന് സ്പിൻ ചെയ്തും കാര്യങ്ങളൊക്കെ എടുത്തൊരു ബാഗും കാര്യങ്ങളൊക്കെയാണ്. ഇത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഗിൽഡ് സ്റ്റോറിൽ നിന്ന് കിട്ടിയ വേറൊരു ബാഗും കൂടി ഉണ്ട് ഗൈസ്. പിന്നെ
ഇതും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ക്രാഫ്റ്റ് ലാൻഡിൻ്റെ ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ എടുത്ത ഒരു ബാഗ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇതും എനിക്കറിയത്തില്ല ഗൈസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. ഓക്കെ, ഇതും എനിക്കറിയത്തില്ല ഗൈസ്. എനിക്ക് അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാത്ത കുറേ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇതൊക്കെ ചുമ്മാ അല്ലറ ചില്ലറ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ സഭ്യ മാക്സിമം എല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മളെ ലൂട്ട് ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൈത്താമ്മയുടെ ലൂട്ട് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു പടക്കമൊക്കെ നിറച്ച ഒരു ലൂട്ട് ബോക്സും കാര്യങ്ങൾ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു എലൈറ്റ് പാസിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് എലൈറ്റ് പാസിന് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഗൈസ്. അത് ഇതും എലൈറ്റ് പാസിന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതും എലൈറ്റ് പാസിൽ നിന്ന് കൊടുത്ത ഇതെന്തോ റാമ്പേജിൻ്റെ സമയത്ത് കണ്ടെടുത്തിയ ഗൈസ്. പിന്നെ ഇത് 1 Punch Manൻ്റെ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ കുറേ എലൈറ്റ് പാസിൻ്റെ തരമായ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, ഫ്രീ ആയിട്ട് കൊടുത്ത. അതെല്ലാം ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത. പിന്നെ ഇത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇവൻ്റ് എന്തോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഗൈസ്. പിന്നെ ഇതും എലൈറ്റ് പാസ് നമുക്ക് കിട്ടിയതാണ് ഗൈസ്. ഇത് എന്തോ അച്ചീവർ എന്തോ സംഭവം കംപ്ലീറ്റ് ചെയ്തപ്പം കാര്യങ്ങളൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എത്രയാണ് പോയിൻറ്റ്സ് എടുത്തപ്പം കിട്ടിയ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഗൈസ്. അത് ഇത് ക്രാഫ്റ്റ് ലാൻഡിൽ കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഗൈസ്. ഓക്കെ, ഇതും എനിക്ക് അറിഞ്ഞോളാം. ഇത് ഗോൾഡ് റോയിൽ നിന്നാണെന്ന് തോന്നുന്നു ഗൈസ് മിക്കാൻ. പിന്നെ ഇതൊക്കെ എലൈറ്റ് പാസിൽ നിന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, ഇതെല്ലാം ഇനി നമുക്ക് പാരഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരഷൂട്ട് എന്തോ ഇവൻ്റ് എന്തോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടിയതാണെന്ന് തോന്നി ഗൈസാണ്. എന്തോ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടിയതാണ്. ഇത് മറ്റേ ഹീറോയ്ക്കിൽ എന്തോ സംഭവം കൂടത്തില്ല, ടോക്കൺ ഹീറോയ്ക്ക് അടിച്ചാൽ അതിൽ നിന്ന് ഞാൻ 2024 ഞാൻ എടുത്തതാണ് ഗൈസ്. ഇത് 2025 എടുക്കണമെന്നുണ്ട്. ഇനി ഹീറോയ്ക്ക് അടിച്ചാൽ എനിക്ക് അതും കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെ എലൈറ്റ് പാസിൻ്റെ കുറേ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസിൻ്റെ കയ്യിൽ. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നത് മിക്കതും ഈ എലൈറ്റ് പാസിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, പിന്നെ ഇതും ഒരു എലൈറ്റ് പാസിൻ്റെയാണ്. ഇത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്ത ഇതും എനിക്ക് കുറച്ച് എലൈറ്റ് പാസിനും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഇതെനിക്ക് ഇവിടെ നിന്ന് വിൻ്റർലാൻഡിൻ്റെ സമയത്ത് കിട്ടിയതാണ്. പിന്നെ അല്ലാതെ കുറേ പാരഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കുറേ വേണ്ടാത്ത കുറേ പാരഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഗോൾഡ് റോയിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയ പാരഷൂട്ടാണ് ഗൈസ് അത്. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞൂടാ. ഇത് യു-ജമ്പ് എന്തൊക്കെയാണ് ഗൈസ്, യു-ജമ്പ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയത്തില്ല. പിന്നെ ബ്ലൂ ലോഗിൻ്റെ കൊളാബ് വന്നപ്പം കിട്ടിയ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ 1 Punch Manൻ്റെ ഒരു സ്കൈ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെറ്റ് സാധനമാണില്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇതൊരു എലൈറ്റ് പാസിൽ നിന്ന് കിട്ടിയതാണ്. ഇതും എലൈറ്റ് പാസിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രീ ആയിട്ട് എലൈറ്റ് പാസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ല ഗൈസ്. അപ്പം ആ സമയത്ത് എന്തോ കിട്ടിയതാണ് ഗൈസ്. താറാവിൻ്റെ ഒക്കെ എനിക്ക് എലൈറ്റ് പാസിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇത് മറ്റേ ഗോസ്റ്റ് ക്രിമിനൽ വന്ന സമയത്ത് ഫ്രീ ആയിട്ട് കൊടുത്തൊരു സംഭവമാണ് ഗൈസ്, ഈ ഒരു സ്കൈ ബോർഡ്. അപ്പോൾ ഞാൻ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു എലൈറ്റ് പാസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഗൈസ്. ഇത് എലൈറ്റ് പാസ്സാണ്, ഇതും എലൈറ്റ് പാസ്സാണ്. കുറേ എലൈറ്റ് പാസിനുണ്ട് ഗൈസ്. ഇതും എലൈറ്റ് പാസ്സാണ്. കുറേയൊക്കെ ഞാൻ ഇപ്പോഴേ കാണുന്നത്, ഇതൊക്കെ ഞാൻ ഇപ്പോഴേ കാണുന്നത് തന്നെ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഉള്ളത് തന്നെ ഞാൻ ഇപ്പോഴേ അറിയുന്നത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് തന്നെ ഗൈസ് ഞാൻ ഇപ്പോഴേ അറിയുന്നത് തന്നെ. പിന്നെ കോബ്രയുടെ ഒരെണ്ണമുണ്ട് ഗൈസ്. പിന്നെ ഇത് എനിക്ക് അവിടെ നേടിയെന്ന് അറിയത്തില്ല. ഇത് കൊള്ളാമല്ലേ ഈ സാധനമൊക്കെ. പക്ഷേ ഞാൻ ഇപ്പോഴേ അറിയുന്നത് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തന്നെ. പിന്നെ കുറേ തീംഡ് ആയിട്ടുള്ള കുറേ സ്കൈ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരഷൂട്ടിലൊക്കെ സ്കൈ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. വെഹിക്കിൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഈ ഒരു വെഹിക്കിളും ഉണ്ട്. പിന്നെ സ്പോർട്സ് കാർ നോക്കുകയാണെങ്കിൽ ഈ 2 സ്പോർട്സ് കാർ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഗൈസ്. ഓക്കെ, ഇതെല്ലാം രണ്ടും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. ഓക്കെ, ഇനി ബൈക്ക് നോക്കുവാണെങ്കിൽ ഇത് ഈ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. പിന്നെ ബ്ലൂ ലോക്കിൻ്റെ ഒരു ബൈക്കും കാര്യങ്ങളുണ്ട്. ഇത് ഗിൽഡ് സ്റ്റോർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തൊരു ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാനിത്. പിന്നെ നമ്മുടെ ഗോസ്റ്റ് ക്രിമിനലിൻ്റെ കൊളാബ് വന്നപ്പോൾ സമയത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത ബൈക്കുണ്ട്. ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ ബൈക്കും ഉണ്ട് ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുഷ്പയുടെ ഇവൻ്റ് വന്നപ്പം ഞാൻ എടുത്തതാണ് ഗൈസ് ഇത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഈ പുഷ്പയുടെ വണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇക്വിപ്പ് ചെയ്ത കാരണം തന്നെ. സെറ്റ് സാധനമാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. പിന്നെ ഇത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതൊന്നും അറിയത്തില്ല. എന്തോ ഒരു ഫ്രീ ഇവൻറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണെന്ന് മാത്രം എനിക്കറിയാം. അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതൊന്നും ഈ മോസ്റ്ററൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഗോൾഡ് റോയിൽ നിന്ന് കാര്യങ്ങളൊക്കെ കറക്കി എനിക്ക് കിട്ടിയ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു മോസ്റ്റർക്ക്.
ഓക്കെ. പക്ഷേ ഞാൻ ബ്ലൂ വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഞാൻ FF ടോക്കണിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. ഇത് എനിക്ക് ദീപാവലിയാണ് ഇവനിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗ്യാസ്. ഇത് ഞാൻ ഗോൾഡ് റോയൽ സ്പിൻ ചെയ്തപ്പം ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഗ്യാസ്. ഓക്കെ. ഇത് ജീപ്പ് സെക്ഷൻ പോലാണെങ്കിൽ ഡിമൺ സ്ലെയറിൻ്റെ ഒരു ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിട്ട്. പിന്നെ ഇത് ഗോൾഡ് റോയൽ സ്പിൻ ചെയ്തപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ജീപ്പിൻ്റെ സ്കിന്നാണ് ഗ്യാസ്. ഓക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഗ്യാസ്. എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ജീപ്പിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റേ വെള്ളത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷയുടെയും സ്കിന്നും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ബാഡ്ജ് സെക്ഷൻ നോക്കുവാണെങ്കിൽ എൻ്റെ 4 ബാഡ്ജാണ് കറൻറ്റ്ലി എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ ആടിൻ്റെയും 7th ആനിവേഴ്സറിയുടെയും പിന്നെ ക്രാഫ്റ്റ് ലാൻഡിൻ്റെയും പിന്നെ അച്ചീവ് ആയപ്പോൾ കിട്ടിയതിൻ്റെയും. ഇനി നമ്മുടെ അവതാരം കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ റെയറായിട്ടെന്ന് വെച്ചാൽ 2-3 ഉള്ളി കേസ് റെയറായിട്ട്. പിന്നെ ഈ ഒരു അവതാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പണ്ടത്തെ സീസണിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു അവതാരം കാര്യങ്ങളൊക്കെയാണ് കേസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അത് ഇക്യുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേസ്. പിന്നെ വേറെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേസ്. റെയറായിട്ട് നോക്കുവാണെങ്കിൽ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം റെയറാണെന്ന് തോന്നുന്നു. ഇത് റെയറാണെന്ന് തോന്നുന്നു. ആണെന്നാ തോന്നുന്നു. ഇത് 2 റെയറാണ് കേസ്. ഈ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നില്ല അത് റെയറാണ്. പിന്നെ ഈ എയ്സിൻ്റെ ടൈപ്പ് ഉള്ളതില്ലേ അതും റെയറാണ് ഏസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു എയ്സ് ടൈപ്പാണ്. പിന്നെ ബാനർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പണ്ട് സിൽവർ അടിച്ചപ്പം കിട്ടിയ ഒരു ബാനറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നത്. വേറെ നല്ല ബാനറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇതിൻ്റെ അകത്ത് ഏതാണ് നല്ല ബാനർ കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ബാറ്റിൽ കാർഡ് നോക്കുവാണെങ്കിൽ ഗൈസ് നറൂട്ടോയാണ് ബാറ്റിൽ കാർഡും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ. പിന്നെ ഗൈസ് അതേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഗൈസ്. അതേഴ്സിൽ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല ഗൈസ്. ഇനി വെപ്പണിലോട്ട് പോവുകയാണെങ്കിൽ N4A1 മറ്റേ ഫ്രീ ഫയർ മാക്സ് ആകുമ്പം 2 ഗണ്ണ് കിട്ടത്തില്ല. അത് മാത്രമേ ഉള്ളൂ ഗൈസ് എൻ്റെ കയ്യിൽ. വേറെ ഒരു N4A1 കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്. ഓക്കെ. അത് 2 മാത്രമേ ഉള്ളൂ. വേറെ N4A1 കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്. ഓക്കെ. ഇനി പിന്നെ AK കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സമയത്തേക്ക് കിട്ടിയ ഈ ഒരു AK ഉണ്ട്. പിന്നെ അല്ലാതെ 2 AK കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ. ഇംബറർ റോമി എന്ന് പറഞ്ഞൊരു AK ഉണ്ട്. ഇനി M40 നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു സമയത്തേക്ക് അത് നമ്മുടെ ബൂയാ പാസിൽ നിന്ന് കിട്ടുകയാണ് ഗൈസ്. ഒരെണ്ണം സമയത്തേക്കും മറ്റൊരെണ്ണം പെർമനൻറ്റുമായിട്ട് ഉള്ളതാണ് ഗൈസ്. ഓക്കെ. പക്ഷേ ഇതാണ് ഞാനിപ്പോൾ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. കാർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുലിയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഗൈസ് ഇത് ഞാൻ പണ്ടെനിക്ക് കിട്ടിയതാണ്. ഞാനിപ്പോൾ ഗൺസ്മിത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഗൈസ് ഉള്ള കാര്യം പറയാമല്ലോ, എൻ്റെ നല്ല ഗൺസും കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഇപ്പോൾ നല്ലതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രോസയുടെ സാസ്കെ തീം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു സാധനം കാര്യങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഡബിൾ റേഞ്ചും സിംഗിൾ ആക്യുറസിയും നല്ലതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ. പിന്നെ ഒരു പച്ച ഗ്രോസയുണ്ട്, ഇത് ഗോൾഡ് റോൺ സ്പിൻ ചെയ്തെടുത്തുക. പിന്നെ ഈ ഒരു റെഡ് ഗ്രോസേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഫമാസ് നോക്കുവാണെങ്കിൽ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡബിൾ ഡാമേജിൻ്റെ ഒരു സ്കിന്നാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഈ സ്കിൻ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ 4 സ്കിന്നും എൻ്റെ കയ്യിൽ പെർമനൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ. പിന്നെ എക്സമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. സിംഗിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ മാഗസീൻ ഡബിളായിട്ട് കൂടുന്നതും ഈ ഒരു എക്സമെൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. N4A1 നോക്കുകയാണെങ്കിൽ മണി ഹിസ്റ്റിൻ്റെയും പ്ലാസ്മ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഗൈസ്. ഓഗ് നോക്കുകയാണെങ്കിൽ 2 സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ബീസ്റ്റ് ഓഫ് ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ പറയുന്നതിന് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റും കാര്യങ്ങൾ ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി ഗൈസ്. ഓക്കെ. പിന്നെ കിങ്ഫിഷർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഗൈസ് നമുക്കിപ്പം ഈ ഒരു കിൻഫിഷർ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഒരു ഗോൾഡ് കിൻഫിഷർ, ഈ 2 കിൻഫിഷർ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഗൈസ്. ഓക്കെ. G36 കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ 2 സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. SKS നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. സിംഗിൾ ആക്യുറസി കൂടുന്ന ഈ സ്കിന്ന് മാത്രമേ ഉള്ളൂ ഗൈസ് എൻ്റെ കയ്യിൽ. ഓക്കെ. ഇനി നമ്മൾ SVD കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ റീലോഡ് സ്പീഡും ഉള്ള ഇയർ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്യുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എൻ്റെ 3 സ്കിന്നും പെർമനൻ്റ് ആണ്. വുഡ്പെക്കർ നോക്കുവാണെങ്കിൽ ഈ 2 സ്കിന്നുമാണ് ഗൈസ് എൻ്റെ ഉള്ളത്. 2 സ്കിന്നും പെർമനൻ്റ് ആണ്. ഇനി CD നോക്കുവാണെങ്കിൽ ഓട്ടോ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ള ഗൈസ്. സിംഗിൾ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ ഉള്ള M249 നോക്കുവാണെങ്കിൽ സിംഗിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ ആക്യുറസിയും കൂടുന്ന ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ എക്യുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എൻ്റെ 2 സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. M249 2 പെർമനൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ. ഇത് അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ ഗൈസ്. പിന്നെ M60യും കോഡിൻ്റെയും എൻ്റെ സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് 2ൻ്റെയും. നമ്മൾ യോമിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു സീബ്ര യോമി സീംബർ പേപ്പർ കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു യോമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഗൈസ് ഈ ഒരു യോമിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു. പിന്നെ ഗൈസ് ഈ ഒരു യോമി ഞാൻ
ഗൺ സ്മിത്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൈസ്റ്റാറിൻ്റെയൊക്കെ ഏകദേശം ഒരു സ്കിൻ പോലെ ഇല്ല ഗൈസ്, ഒരു റെഡ് കളറ് റൈസ്റ്റാറൊക്കെ ഫേമസ് ആക്കിയ ആ സ്കിന്നിൻ്റെ ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പവറും ആ സ്കിന്നുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ ഈ ഒരു യൂമി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഞാൻ മറ്റേ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ടോക്കൺ വെച്ച് കിട്ടത്തില്ല ഗൈസ്. ആ ഒരു യൂമി കാണാൻ 2024 ആ സാധനം ആ സമയത്ത് എനിക്ക് കിട്ടിയ യൂമിയാണ് ഗൈസ്. പിന്നെ ക്രാഫ്റ്റ് ലാൻഡിലെ ഒരു യൂമിയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് റൈസ്റ്റാറിൻ്റെ യൂഎംബിയുടെ കോപ്പി വെർഷൻ ഞാൻ ആദ്യം പറഞ്ഞ ആ സ്കിന് കാര്യങ്ങളൊക്കെ ഇല്ലേ ഗൈസ്, അത് തന്നെ ചുമ്മാ ഒന്നും കൂടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ MB5 കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഈ ഒരു ഇത് ഞാൻ ഗൺസ്മിത്തും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് ഗൈസ്. സിംഗിൾ ആർമർ പ്രൊട്ടക്ഷൻ്റെ സ്കിന്ന് ഞാൻ ഗൺസ്മിത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഹിപ്സ്റ്റർ ബണ്ണി എന്നാണെന്ന് തോന്നുന്നു ആ സ്കിന്നിൻ്റെ പേര് ആയിട്ട് ഗൈസ്. പിന്നെ അച്ചീവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു MB5 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. പിന്നെ ഇത് മറ്റേ ബൂയാപാസിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ് ഈ ഒരു MB5 കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ഗൈസ് മറ്റേ ഹിപ്സ്റ്റർ ബണ്ണി എന്ന് പറഞ്ഞ ഈ ഒരു MB5 കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് ഗൈസ്. ഇതെനിക്ക് പണ്ട് എങ്ങാണ്ടോ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. പിന്നെ VSS നോക്കുകയാണെങ്കിൽ ഒറ്റ സ്കിന്നേ ഉള്ളൂ ഗൈസ്, ഡബിൾ ആക്യുറസിയുടെ. MB40 നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്ന് മാത്രമേ ഉള്ളൂ. MB40യുടെ നല്ല സ്കിന്നൊന്നുമില്ല ഗൈസ്, സെറ്റ് സാധനത്തിൻ്റെയൊക്കെ നല്ല സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് എൻ്റെ കയ്യിൽ. പിന്നെ P90 കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇത് എനിക്ക് സമയത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു P90 കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പക്ഷേ അത്യാവശ്യം നല്ലതാണിത്. പിന്നെ വേറെ 2 സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, തോംസൺ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് 2 സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ വെക്ടർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂ ലോക്കിൻ്റെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണുള്ളത്. മാക്ടൺ എന്നൊക്കെയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സ്കിന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ബൈസണിൻ്റെ ഒരു സ്കിന്ന് പോലും ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. ഇനി ഷോർട്ട് റേഞ്ചിന് M10 നോക്കുകയാണെങ്കിൽ 3 ഗണ്ണുണ്ട് ഗൈസ്. 3 ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 എനിക്ക് പെർമനൻ്റ് ആണ് ഗൈസ്, പക്ഷേ നല്ലതൊന്നുമില്ല. സ്പാസിന് നോക്കുകയാണെങ്കിൽ ഒരു സ്കിന്നുണ്ട് ഗൈസ്, അതും വലിയ ഇതില്ലാത്ത സ്കിന്നാണ് ഗൈസ്. പിന്നെ M8 ഒരു സ്കിന്നും പോലും ഇല്ല. മാക്സാണിന് ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ 3 സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നല്ല സ്കിന്നല്ല ഗൈസ്, ഈ 3 നല്ല സ്കിന്നൊന്നും അല്ല ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല സ്കിന്നെന്ന് പറയാം ഗൈസ്, കുത്തിപ്പിടി. പക്ഷേ ഞാനധികം എടുത്ത് കളിക്കാറില്ല മാക്സ് 7, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ചാർജ് ബസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എൻ്റെ കയ്യിലുള്ളത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. ത്രോ ഗണ്ണ് നോക്കുവാണെങ്കിൽ ഇത് ഗോസ്റ്റ് ക്രിമിനൽ വന്നപ്പം ഫ്രീ ആയിട്ട് കിട്ടിയ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. ഇനി AW നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്നേ ഉള്ളൂ ഗൈസ്. അത്യാവശ്യം നല്ല സ്കിന്നൊന്നും ഇല്ല. കാരണം എൻ്റെ ആയിട്ട് നോക്കിയാലും M8 എല്ലാത്തിനും ഗൈസ്, എൻ്റെ ഈ സ്നൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്രയും നല്ല സ്കിന്നും കാര്യങ്ങളും ഒന്നും ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. ഓക്കെ, VSK 94 ആണെങ്കിലും ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളു ഗൈസ് എൻ്റെ കയ്യിൽ. പ്രത്യേകിച്ച് നല്ല സ്കിന്നും കാര്യമായിട്ട് ഒന്നും ഇല്ല. സിംഗിൾ റേഞ്ച് അങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ കയ്യിൽ വരുന്നതൊക്കെ തന്നെ. സിംഗിൾ മാഗസീൻ, സിംഗിൾ റേഞ്ചൊക്കെയാണ് VSK കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി പിസ്റ്റലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ USPക്ക് സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഡെസേർട്ടിന് സ്കിന്നില്ല. GATക്ക് നമ്മുടെ ലാവ ലെസ്റ്റർ എന്നാണെന്നാണ് തോന്നുന്നത്. കറക്റ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്താ പറയുക, ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഞാൻ തോന്നുന്നത് ഗൈസ്. പിന്നെ M8073 എന്ന് പറഞ്ഞ ഈ ഒരു കണ്ണും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്കിന്നില്ല ഗൈസ്. സീരിയസ് ആയിട്ട് പറയുക, ഒരു സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. ഓക്കെ ഗൈസ്, ഇനി M500 കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സിംഗിൾ ആക്യുറസിയുടെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. M97 എന്ന് പറഞ്ഞ സ്കിന്നിന് ഒന്നുമില്ല ഗൈസ്. WSPക്ക് ഒന്നുമില്ല. മിനി യൂസിക്ക് 2 സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പെർമനൻ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അതാണ് ഞാൻ ഇപ്പം എക്യുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇനി ഹീലിംഗ് പിസ്റ്റർ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഹീലിംഗ് പിസ്റ്റർ എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇത് രണ്ടിനും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇനി മീൽ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പാൻ നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 3 സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഉള്ളത്. 3 ഉള്ളു ഗൈസ്. ഇത്രയും വലിയ അക്കൗണ്ടൊന്നും അല്ല, ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. റാങ്ക് നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയത് എല്ലാം ഗൈസ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ് എൻ്റെ കൂടുതലും. റാങ്കിന് 5 സ്കിന്നും ബാറ്റിന് 8 സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഗൈസ്. അങ്ങനെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. ഇത് പിന്നെ ഡിഫോൾട്ട്. കട്ടാൻ നോക്കുകയാണെങ്കിൽ ഒരു സ്കിന്നും ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. സ്കൈറ്റ് നോക്കണമെങ്കിൽ 2 സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഉള്ളത്. ഇത് റീസെൻ്റ്ലി നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തൊരു സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. ഡാഗർ നോക്കുകയാണെങ്കിൽ കുനായും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാറുട്ടോ ഇവൻ്റ് വന്നപ്പം കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കുനായും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഫിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്, എൻ്റെ ഫിസ്റ്റ് ഒന്നും ഇല്ല. ഗ്രനേഡ് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 11 ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ,
അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതെല്ലാം മിക്കത് ലേറ്റ് പാസിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. എൻ്റെ കയ്യിൽ കുറേ ഉള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയ ലേറ്റ് പാസിൽ നിന്നുള്ളതാണ് ഗൈസ്. ഇനി ഗ്ലൂ ആൾ നോക്കുകയാണെങ്കിൽ 3 ഗ്ലൂ ആളാണ് കേസ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം സമയത്തേക്ക് ബാക്കി 2 പെർമനൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കേസ്. ഇത് ഞാൻ പണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയപ്പം എടുത്തതാണ് കേസ്. ഇത് എനിക്ക് സമയത്തേക്ക് കിട്ടിയതാണ് ലേറ്റ് പാസിൻ്റെ. അല്ല, ഹീറോയ്ക്ക് BR കുറച്ച് നേരം കളിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് 7th ആനിവേഴ്സറിക്കും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേസ്. ഓക്കെ, അതേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേസ്. അതേഴ്സിനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്നും കാര്യം ഇല്ല കേസ്. പിന്നെ കേസ് നമുക്ക് ഔട്ട്ഡോർ പറയാൻ ആയിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ കേസ്. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക കേസ്. നമ്മുടെ മെയിൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ പറയാം കേസ്. ഓക്കെ, നമ്മുടെ പെറ്റിനെയും കൂടെ മാറ്റി നമുക്ക് സെറ്റാക്കാം ഗൈസ്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾ എല്ലാവരും സബ്ബും ലൈക്കും കാര്യങ്ങൾ എല്ലാം ചെയ്ത് എൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ വാ ഗൈസ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം സബ് കാര്യങ്ങളൊക്കെ ആക്കുക ഗൈസ്. അപ്പം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നോക്കിയാണ് ഗൈസ്. ലൈക്ക് ഷെയർ സബ് ചെയ്യുക ഗൈസ്. താങ്ക് ഫോർ ദ വാച്ചിങ് ഗൈസ്. താങ്ക് ഫോർ ദ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഗൈസ്.